എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ സ്വന്തം മാർസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രേഷ്. നമ്മൾ ഇത്രയും നാളെ നമ്മുടെ ഓർക്കിഡിനെ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുത്തിട്ട് ആണ് നമ്മുടെ പ്ലാന്റ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? ഇപ്പം നല്ല ചൂടുള്ള സമയമായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ജൈവവളം നമ്മുടെ ഓർക്കിഡിനെ തൊടിയിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ മഴക്കാലമായി അതിന് ഫംഗസ് ബാധിക്കും. അപ്പം ഇനി നേരത്തെ നമുക്ക് ഇച്ചിരി മെനക്കെട്ട വളങ്ങളാണ് കൊടുത്തിരുന്നത്. പക്ഷെ 5 പൈസ പോലും നമുക്ക് ചെലവില്ലായിരുന്നു. 1 രൂപ ചെലവില്ലാതെ നമുക്ക് നമ്മുടെ പ്ലാന്റിനെ കെയർ ചെയ്യായിരുന്നു. പക്ഷെ ഇനി ആ ഒരു പരിപാടി നടക്കില്ല. ഇനി നമുക്ക് കാശ് മുടക്കി തന്നെ നമ്മുടെ പ്ലാന്റിനെ ശ്രദ്ധിക്കണം. നമ്മൾ കാശ് മുടക്കാതെ എളുപ്പ വഴിയിൽ പേ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പറ്റുന്നതിനാന്ന് വെച്ചാൽ നമ്മുടെ ഓർക്കിഡ് ഫംഗസ് ബാധിച്ച് നാശമായി പോകും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒരു 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഫംഗിസൈഡ് നമ്മുടെ പ്ലാന്റിന് കൊടുക്കണം. അതാരും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റിനെ ഒന്ന് ഉഷാറാക്കാനായിട്ടാണ്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ എപ്പോഴും എല്ലാവരും ഓർത്തോണം, പ്ലാന്റ് നല്ല രീതിയിൽ നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ നനച്ചില്ല നമ്മുടെ പ്ലാന്റിന് വലിയ പ്രോബ്ലം ഒന്നുമില്ല. കെമിക്കൽ കൊടുക്കുമ്പോൾ അങ്ങനെയല്ല, നനച്ചിട്ട് തന്നെ നമ്മുടെ പ്ലാന്റിന് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മുടെ പ്ലാന്റിനെ ഒന്ന് നനച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം നമ്മുടെ പ്ലാന്റ് ഒക്കെ ഒന്ന് നനയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫെർട്ടിലൈസർ എന്തൊക്കെയാണെന്ന് കാണാം. ഞാനിവിടെ നമ്മുടെ പ്ലാന്റിനെ എല്ലാം നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട്. നനച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നനച്ച ഉടനെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കരുത് കേട്ടോ. ആ വെള്ളം ഒന്ന് വലിയാനായിട്ട് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. ഞാനതെല്ലാം നനച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ഒരു പ്ലാന്റ് കാണിച്ചിട്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്, എന്താ പറയുന്നതെന്ന്. ആ പ്ലാന്റ് കാണുമ്പോഴേ അറിയാം. ഇതാണ് ആ താരം. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞതെന്ന്? ഇവന്റെ പേര് കുരുത്തം കെട്ടവൻ. ഇതുവരെ ഈ കുരുത്തം കെട്ടവനൊരു ഫ്ലവർ വന്നിട്ടില്ല. ബാക്കി ഇവനേക്കാളും ചെറിയ ആൾക്കാർ വരെ നമുക്ക് ഫ്ലവർ തന്ന് നമ്മളെ സന്തോഷിപ്പിച്ചപ്പോ ഇവൻ ഈ ഒറ്റക്കാലി തപസ് ചെയ്യാന്ന് പറഞ്ഞ പോലെ നിൽക്കുകയാണ്. ഇവൻ ഇവിടം വരെ പോകും, നമുക്ക് നോക്കാം. നമുക്ക് ഇവനെ എങ്ങനെ കളയാൻ പറ്റുമോ? വരുമ്പോൾ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു വലിയ സ്പൈക്ക് ആയിരിക്കും ഇവൻ തരുന്നത്. നമ്മളെ ഇത്രയും സങ്കടപ്പെടുത്തിയിട്ട് ഇവൻ സന്തോഷിപ്പിക്കുമ്പോൾ നല്ല അടിപൊളി ഒരു ഫ്ലവർ ആയിരിക്കും തരുന്നെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ എന്നാലും ഇവനെ കണ്ടിട്ട് അവൻ നല്ലൊരു ഫ്ലവർ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കും. അപ്പൊ ഞാൻ പുരാണം ഒന്നും പറയുന്നില്ല. ചിലരൊക്കെ പറയും ഞാൻ ഭയങ്കര വാചകമാണ്. നമുക്ക് നമ്മുടെ ഫെർട്ടിലൈസർ നോക്കാം. നമ്മുടെ പ്ലാന്റിന് പൂക്കൾ ഉണ്ടാകാൻ അത്യാവശ്യമായ ഒരു സാധനമാണ് പൊട്ടാസ്യം, അല്ലെ? എല്ലാവർക്കും അറിയാലോ. അപ്പം ഇന്ന് നമ്മൾ കൊടുക്കുന്ന പൊട്ടാസ്യം സൾഫേറ്റ് ആണ്. ഇത് ചെറിയ പ്ലാന്റിന് കൊടുക്കരുത് കേട്ടോ. ചെറിയ പ്ലാന്റ് മീൻസ് സീഡ്ലിങ്സിനൊന്നും കൊടുക്കരുത്, മെച്ചൂർ പ്ലാന്റിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളത്തിന് 2.5 ഗ്രാം. അതായത് നമ്മുടെ ഒരു ഐസ്ക്രീം സ്പൂൺ ഇല്ലേ, ആ സ്പൂൺ ഒരു പകുതി. അപ്പൊ ഞാനിത് നമ്മുടെ ഈ സ്പെയറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടെല്ലാം റെഡിയാക്കാം. ഫിൽറ്ററിലേക്ക് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റിലേക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പ്ലാന്റ് ഫുള്ള് നനയത്തക്ക രീതിയിൽ കൊടുക്കുക. സീഡ്ലിങ്സിന് കൊടുക്കരുത് കേട്ടോ. നമുക്കിത് സീഡ്ലിങ്സിന് ആവശ്യമില്ല. നമ്മുടെ ഒരു മെച്ചൂർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പകുതി വളർച്ച എത്തിയ പ്ലാന്റിന് മാത്രമേ നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കാവുള്ളൂ. ചിലത് ഫ്ലവറിങ് ബൂസ്റ്റർ ആണ്. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. എല്ലാ പ്ലാന്റിനും കൂടെ ഒരുപോലെ അടിച്ചു കൊടുക്കരുത്. പക്ഷെ ഓർക്കിഡിനല്ല, എല്ലാ ചെടികൾക്കും കൊടുക്കുക. ഇത് ചെറിയ ചെടികൾക്ക് മാത്രം കൊടുക്കരുത്. ഫ്ലവറിങ് ആവാറായ ചെടികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ. ഞാൻ നമ്മുടെ ഈ കുരുത്തം കെട്ടവനെ ഒന്ന് കുറച്ച് കൂളൊന്ന് അടിച്ചു കൊടുക്കും. ഇവനെ ഒന്ന് കുളിപ്പിച്ച് ഇവനെ എങ്ങനെയെങ്കിലും ഒന്നൊരു പൂ വരുത്തണമല്ലോ, അല്ലേ? അല്ലെങ്കിൽ മോശമല്ലേ, നാണക്കേടല്ലേ? അതുകൊണ്ട് അവനെ ഇച്ചിരി കാര്യമായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാം. ഈ ഇലയുടെ അടിയിലൊക്കെ പോകണം കേട്ടോ. നമ്മുടെ ഈ ഫെർട്ടിലൈസർ അടിക്കുമ്പോഴത്തേന് ഇലയുടെ അടിയിലൊക്കെ കിട്ടണം. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്.
എന്നുവെച്ചാൽ വീണ്ടും വീണ്ടും പറയുന്ന വേറൊന്നും കൊണ്ടല്ല, ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഉപകാരമാകട്ടെ എന്നോർത്താണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, കിക്കീസ് ഒക്കെ ഇതിനകത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. വെച്ചാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിന് നമുക്ക് ഫ്ലവറിംഗ് ഫെർട്ടിലൈസർ കൊടുക്കാനേ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ചെറിയ കിക്കീസ് ഒക്കെ വാങ്ങിച്ചു വെച്ച്, സീലിങ്സ് വാങ്ങിച്ചു വെച്ച് വളർത്തുന്നവര് ഇത് ഒഴിവാക്കുക. ഇതൊക്കെ അപ്പൊ നിങ്ങൾ ഓർക്കും ചെറുതൊക്കെ ഉണ്ടെന്ന്. ചെറുതൊന്നും അല്ല, അത് വളരാനായ ഫ്ലവറിനെ ബേസ് ചെയ്താണ് പ്ലാന്റിന്റെ സൈസ് വരിക. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക, വാട്സാപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്.